കണ്ണൂർ RT ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ 6 ഏജന്റുമാർ പിടിയിൽ. ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് നൽകാനായി സൂക്ഷിച്ച 67,500 രൂപ വിജിലൻസ് പിടികൂടി. നേരിട്ടും ഗൂഗിൾ പേ വഴിയും ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ഷഹദ്, ഈ പരിശോധനയിലേക്ക് കടന്നത് എന്തെങ്കിലും പരാതികളുടെയോ മറ്റോ അടിസ്ഥാനത്തിലായിരുന്നോ, അതോ വിജിലൻസിന് ലഭിച്ച മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഷഹദ് പരിശോധന? ഈ കണ്ണൂർ RDO പരിസരത്ത് ഇത്തരത്തിൽ യഥേഷ്ടം ഈ ഇടനിലക്കാർ ഇടപെടുന്നു എന്ന വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തെ ഒട്ടുമിക്ക RDO ഓഫീസുകൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ പൊതുജനങ്ങളെ സഹായിക്കാനായി അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. ആ ഹെൽപ്പ് ഡെസ്കിന് സമീപത്തായി ഇത്തരത്തിൽ ഏജന്റുമാർ നിൽക്കുകയും ആ ഏജന്റുമാർ ഈ RDO ഓഫീസുകളിൽ വരുന്ന ആളുകളെ സ്വാധീനിക്കുകയും വലിയൊരു തുക ഈ പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കി യാതൊരുവിധ പ്രയാസവുമില്ലാതെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ജനങ്ങൾക്ക് നിറവേറ്റി നൽകുകയുമാണ് ചെയ്യുന്നത്. അത് സൗജന്യമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിരിക്കും. പക്ഷേ അത് വലിയ തുക കമ്മീഷനായി വാങ്ങുകയും അല്ലെങ്കിൽ കൈക്കൂലിയായി വാങ്ങുകയും എന്നിട്ട് ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ചെലുത്തുകയും ഉദ്യോഗസ്ഥർക്ക് പണം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് വിജിലൻസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത്. അതായത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം, അതായത് ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് വരെ നടന്ന പരിശോധനയിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ 6 ഏജന്റുമാരെ പിടികൂടിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്ക് നൽകാനായി സൂക്ഷിച്ച 67,500 രൂപ ഇന്നലെ മാത്രം പിടികൂടി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 2,400 രൂപ ഗൂഗിൾ പേ വഴി അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് വിജിലൻസിന് കിട്ടി. ഒപ്പം തന്നെ ഓഡിയോ ക്ലിപ്പും വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ഈ ആളുകളെ പിടികൂടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഷഹദ് റഹ്മാൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.